ചെമ്പനീർപ്പൂ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇങ്ങനെ സച്ചി വീട്ടിലേക്ക് ഓടി വരികയാണ്. അപ്പം അച്ഛനെ തട്ടി വീഴാൻ പോവുകയാണ്. സച്ചി അച്ഛൻ്റെ അടുത്ത് പറയാണ്, അച്ഛ അവളെ ഒന്ന് വിളിക്ക്. ആരെ? രേവതിയെ. അച്ഛൻ പറയാണ്, നീ വിളിച്ചാൽ നിന്റെ വായ വേദനിക്കുകയോ? പറയണം, ഞാനുമായിട്ട് ചെറിയ പ്രശ്നമുണ്ട്. അച്ഛൻ വിളിക്കച്ഛ പ്ലീസ്. മോളെ രേവതി ഇങ്ങ് വന്നേ. എന്താ അച്ഛ വിളിച്ചേ? പറയാണ്, ഇവൻ പറഞ്ഞോട്ടാ ഞാൻ വിളിച്ചത്. ഇവനെന്തോ നിന്നോട് പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന്. അച്ഛ മാലയ്ക്ക് ഓർഡർ വന്നിട്ടുണ്ട്. അച്ഛൻ പറയാണ്, ഇത് ഞാൻ ഇവളോട് പറയണം അല്ലേ? അച്ഛൻ പറയാണ്, പറയാ അച്ഛ. അച്ഛൻ പറയാണ്, കേട്ടില്ല രേവതി, മാലയ്ക്ക് ഓർഡർ പിടിച്ചിട്ടുണ്ടെന്ന്. രേവതി പറയണേ, കേട്ടു അച്ഛ. എന്ത് ഓർഡറാ? കല്യാണത്തിനാണോ മറ്റെന്തെങ്കിലും വിശേഷത്തിനാണോ? എത്ര മാല വേണം? എല്ലാം പറയാൻ പറയൂ. ഇത് ഞാൻ ഇവനോട് പറയണം. ഡാ, ഇവള് പറഞ്ഞത് കേട്ടില്ലേ? എത്ര മാല വേണം? സച്ചി പറയാണ്, 500 മാല വേണം. രേവതി അച്ഛന് നെട്ടുകയാണ്. 500 മാലയെ? രേവതി ചോദിക്കുക. പറയാണ്, ചുമ്മാ കളിക്കാതെ എന്ന് പറയാച്ചാ. പറയും, ഞാൻ എന്താ ഇപ്പോൾ കബഡി കളിക്കല്ലേ? വലിയ ഓർഡറാണ് പിടിച്ചു വെച്ചിരിക്കുന്നത്. ചോദിക്കുകയാണ്, 500 മാലയ്ക്ക് ആര് വാങ്ങാനാടാ? പറയണേ, എൻ്റെ ഫ്രണ്ട് അനൂപിനെ അറിയില്ല അച്ഛാ. അവൻ മുഖേന കിട്ടിയൊരു ഓർഡറാണ്. എൻ്റെ നേതാവ് വിജയകുമാർ സാറിൻ്റെ നേതൃത്വത്തിൽ ഒരു സമൂഹ വിവാഹം നടത്തുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് അച്ഛാ. ഒരു മിനിറ്റ്, ഇത് നോക്ക്, 25,000 രൂപയുണ്ട്. അഡ്വാൻസ് തന്നിട്ടുണ്ട്. ഇതാ വാങ്ങിക്കച്ഛ. അച്ഛൻ പറയണേ, എനിക്കെന്തിനാ തരണേ? രേവതിക്ക് കൊടുക്ക്. അച്ഛൻ പറയണ, അച്ഛൻ കൊടുക്ക്. ഇതാ മോളെ വാങ്ങിക്ക്. അച്ഛൻ ചോദിക്കാണ്, മാലയ്ക്ക് എത്ര രൂപ വരും അച്ഛ ചോദിക്ക്. രേവതി പറയണ, മാലയ്ക്ക് ഓരോ ദിവസവും ഓരോ റേറ്റാണ്. വിശേഷ ദിവസങ്ങൾക്ക് കൂടും. ചുരുങ്ങിയത് ഒരു 1000 രൂപയിലും വരും ഒരു മാലയ്ക്ക്. ചുരുങ്ങിയത് ഒരു 5 ലക്ഷം രൂപയിലും വരും. രേവതി പറയാണ്, മോഹവിവാഹത്തിനാണെന്നല്ലേ പറഞ്ഞ്? അപ്പം നമ്മളെ ലാഭത്തിൽ നിന്ന് കുറച്ച് കൊടുക്കാം. ഡാ പറഞ്ഞ് കേട്ടില്ലേ? അച്ഛൻ പറയാണ്, വലിയ ഓർഡറാണല്ലോ കിട്ടിയിരിക്കുന്നത്. രേവതിക്ക് നല്ല സന്തോഷമാകണം കേട്ടോ.